വളരെ ചെറുപ്പകാലം മുതലേ കളിച്ചും ചിരിച്ചും പഠിച്ചുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ്. സ്കൂളിലും പള്ളിയിലും പഠനകാലത്തുമൊക്കെ വളരെ തരംഗമായിരുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു സിസ്റ്റർ റേച്ചൽ. 10ാം ക്ലാസ് കഴിഞ്ഞ് ദൈവവിളി സ്വീകരിച്ചത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ മഠത്തിൽ വന്നു. ഫോർമേഷൻ കാലഘട്ടങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കി, ഒരുമിച്ച് സിസ്റ്ററായി, ഒരുമിച്ച് നിത്യവ്രതം ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ദാനമായി ലഭിച്ച 2 മക്കളെയും ദൈവത്തിന് സമർപ്പിച്ച ദമ്പതികൾ ശ്രദ്ധേയരാവുകയാണ്. ചെറുപുഷ്പ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ റേച്ചലിൻ്റെയും സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സഭാംഗമായ ഫാദർ മനുവിൻ്റെയും ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മരിയ ഷഹബാസ് രക്ഷപ്പെട്ട വിവരം സ്ഥിരീകരിച്ച പാക് മാധ്യമപ്രവർത്തകന്റെ വാർത്തയും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രോലൈഫ് നയങ്ങളെ പ്രകീർത്തിച്ച് റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ പ്രസംഗിച്ച കത്തോലിക്ക സന്യാസിനിയുടെയും വാർത്തകൾ പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ഫാത്തിമയിലെ പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണവും മാതാവിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളും ഇതിവൃത്തമാക്കിയുള്ള ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങളും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ദാനമായി ലഭിച്ച 2 മക്കളെയും ദൈവത്തിന് സമർപ്പിച്ച പുതുപ്പറമ്പിൽ മേരീസ് കറിയ ദമ്പതികൾ ശ്രദ്ധേയരാവുകയാണ്. ചെറുപുഷ്പ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ റേച്ചലും സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സഭാംഗമായ ഫാദർ മനുവുമാണ് ദൈവവിളി സ്വീകരിച്ച ഇവരുടെ മക്കൾ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. സന്യാസത്തിനും വൈദികർക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസ വൈദിക ജീവിതത്തിലേക്ക് യുവത്വം കടന്നുവരുന്നത്. ചെറുപുഷ്പ സന്യാസിനി സഭയിൽ സന്യാസ ജീവിതം നയിക്കുകയാണ് സിസ്റ്റർ റേച്ചൽ. പുതുപ്പറമ്പിൽ മേരീസ് കറിയ ദമ്പതികളുടെ 2 മക്കളും ദൈവവിളി സ്വീകരിച്ച് സന്യാസ വൈദിക ജീവിതം തിരഞ്ഞെടുത്തത് കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആദ്യം അമ്പരിപ്പിച്ചിരുന്നു. മേരീസ് കറിയ ദമ്പതികളുടെ വിശുദ്ധമായ പ്രാർത്ഥനാ ജീവിതം ഇരുവർക്കും സന്യാസ വൈദിക ജീവിതത്തിൽ തുടരാൻ ശക്തിയും ധൈര്യവും നൽകുന്നുണ്ട്. ബാല്യകാലത്ത് തങ്ങളുടെ വല്യമ്മച്ചി തങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനായി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും സിസ്റ്റർ റേച്ചൽ പറയുന്നു. തങ്ങളുടെ കൊച്ചുമക്കളിൽ ആരെങ്കിലും വൈദികനോ സന്യാസിനിയോ ആകണമെന്ന ആഗ്രഹത്തോടെ വല്യമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും അതിന്റെ ഫലമായാണ് താനും തന്റെ സഹോദരൻ തോമസും ദൈവവിളി സ്വീകരിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും തങ്ങൾ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സിസ്റ്റർ റേച്ചൽ പറയുന്നു. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ കൂടെ പഠിച്ചവരോ ഞങ്ങളുടെ കൂട്ടുകാരോ അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അങ്ങനെ സന്യാസി ഒരു സിസ്റ്റർ ആകണം, അതായത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ കസിൻ അച്ഛനൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അച്ഛനാകണം സിസ്റ്റർ ആകണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ അതായത് 10ാം ക്ലാസ്സിലെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ പോകുമെന്നോ മറ്റ് വീട്ടുകാരോ കൂട്ടുകാരോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. മടത്തി വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ദൈവവിളിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയെ പറഞ്ഞു തന്ന ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. കാരണം കൊച്ചെ എപ്പോഴും സന്തോഷത്തോടെ അല്ല എപ്പോഴും സന്തോഷവും സുഖമൊന്നും ആയിരിക്കണമെന്നില്ല. കാരണം സുഖവും ദുഃഖവും ഒക്കെ ഉള്ള ജീവിതമാണ്. അപ്പം നിനക്ക് പറ്റുമെങ്കിൽ നീ പോയാൽ മതി, അല്ല എങ്കിൽ നീ പോയതുകൊണ്ട് അവിടെ നിൽക്കണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും സന്തോഷം മാത്രമല്ല ദുഃഖവും കൂടെ ഉള്ളൊരു ജീവിതമാണ് നമുക്ക് നയിക്കാനുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും സന്തോഷത്തോടെ പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂട്ടുകാരെ ദൈവവിളി ക്യാമ്പിന് കൊണ്ടുവിടാൻ പോയതാണ് തന്റെ സഹോദരന്റെ ജീവിതത്തിലെ വഴിത്തിരിവായതെന്നും അതാണ് ഫാദർ തോമസിന് സെമിനാരിയിൽ പോകാൻ പ്രേരകമായതെന്നും സിസ്റ്റർ റേച്ചൽ പറയുന്നു. സെമിനാറിൽ പോകുന്നതിന് മുമ്പ് അവൻ അൾത്താര ശുശ്രൂഷയിൽ കൂടുതൽ എപ്പോഴും അതിൽ
താല്പര്യം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്മാരോടൊക്കെ ആണെങ്കിൽ അച്ഛന്മാരുടെ കൂടെയൊക്കെ എപ്പോഴും ആയിരിക്കുന്നതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങനെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു, സെമിനാരി പോകണം എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റേഴ്സൊക്കെ പറയുമ്പോഴത്തേക്കും സിസ്റ്റർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ അത് എൻ്റെ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികളെ വൊക്കേഷൻ ക്യാമ്പിന് കൊണ്ടുവിടാൻ ഞങ്ങളുടെ വികാരിയച്ഛൻ പോകുമ്പോൾ അച്ഛനിങ്ങനെ അവനോട് ചോദിച്ചു, ബാള നമുക്ക് രണ്ടും കൂടെ പോയിട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ നിർബന്ധമാണ് ഞാനും വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരെ കൊണ്ടുവിടാൻ പോയ വഴിയാണ് ആളെ ക്യാമ്പിന് കയറുന്നതും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ എവിടെയും പോകുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ പോയതൊക്കെ. ഞാൻ പോസ്റ്റലൻസിലായിരിക്കുന്ന സമയത്താണ് അവൻ സെമിനാരിലേക്ക് പോകുന്നത്. അപ്പം അന്നേരം ഒന്നും ഫോൺ വിളിക്കാൻ അങ്ങനെ ഞങ്ങൾ ഫോൺ വിളിക്കാറൊന്നുമില്ല. അപ്പോഴത്തേക്കും കത്ത് വരുന്ന സമയം, അപ്പോൾ കത്ത് വരുമ്പോൾ ഇങ്ങനെ ഞാൻ സെമിനാരി പോവുകയാണ് അങ്ങനെ ഒരു കത്ത് മാത്രം വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നീ വേണ്ട, നീ വീട്ടിലാരും ഇല്ലല്ലോ, നീ തിരിച്ചു പോരെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നീ ഇനി കുറേ നാൾ നിന്നതല്ലേ, അപ്പം അതുകൊണ്ട് ഇനി ഞാൻ പോകാം, നീ ഇനി നിന്നോളാൻ അങ്ങനെ അവൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു സന്തോഷത്തോടെ അവനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സന്തോഷത്തോടെ പോകുന്നു. സ്കൂളിലെയും പള്ളിയിലെയും മത്സരങ്ങളിൽ സിസ്റ്റർ റേച്ചൽ നിറസാന്നിധ്യമായിരുന്നുവെന്നും സന്യാസ ജീവിതത്തിൽ തങ്ങൾ രണ്ടുപേരും പരസ്പരം പിന്തുണച്ചും പ്രാർത്ഥിച്ചും സന്തോഷത്തോടെ ഈ ജീവിതത്തിൽ മുന്നേറുകയാണെന്നും സിസ്റ്റർ റേച്ചലിന്റെ ബാല്യകാല സുഹൃത്തും സന്യാസിനി സമൂഹാംഗവുമായ സിസ്റ്റർ ആൻമരിയ പറയുന്നു. വളരെ ചെറുപ്പകാലം മുതലേ കളിച്ചും ചിരിച്ചും പഠിച്ചുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ്. സ്കൂളിലും പള്ളിയിലും പഠനകാലത്തുമൊക്കെ വളരെ തരംഗമായിരുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു സിസ്റ്റർ റേച്ചൽ. 10ാം ക്ലാസ് കഴിഞ്ഞ് ദൈവവിളി സ്വീകരിച്ചത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ മഠത്തിൽ വന്നു. ഫോർമേഷൻ കാലഘട്ടങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കി, ഒരുമിച്ച് സിസ്റ്ററായി, ഒരുമിച്ച് നിത്യവ്രതം ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. കോവിഡ് ദിനങ്ങളിൽ ലോകം മുഴുവനുമുള്ള കോവിഡ് രോഗികൾക്കു വേണ്ടിയും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കു വേണ്ടിയും സിസ്റ്റർ റേച്ചൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. സിസ്റ്റർ റേച്ചൽ തിരഞ്ഞെടുത്ത ഈ ജീവിതത്തിൽ സിസ്റ്റർ സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന് ചെറുപുഷ്പ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ ജേക്കബ് പറഞ്ഞു. ദൈവം ദാനമായി നൽകിയ 2 മക്കളെയും ദൈവത്തിന് സമർപ്പിക്കാൻ ആ മാതാപിതാക്കൾ സന്നദ്ധരായി. റേച്ചൽ ഈ ദൈവം നൽകിയ ദിവളിക്ക് സന്തോഷപൂർവ്വം പ്രത്യുത്തരം നൽകുകയും ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സമർപ്പിത ജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിലും തങ്ങളുടെ ദൈവളിയിൽ സ്വീകരിക്കുവാനും സന്തോഷം കണ്ടെത്തുവാനും എല്ലാം ഈ സിസ്റ്റർ റേച്ചലിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പലതരം കഴിവുകളും നന്മകളും ഒക്കെ സിസ്റ്റർ റേച്ചലിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. തനിക്ക് ദാനമായി നൽകിയ എല്ലാ കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും റേച്ചൽ സദാ സന്നദ്ധയാണ്. സിസ്റ്റർ റേച്ചലിനെ പോലെയുള്ളവരുടെ ദൈവവിളികൾ ഇന്ന് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിനും കടന്നു വരാനുള്ള പുതിയ തലമുറയ്ക്കും ഒരു മാതൃകയും പ്രചോദനവുമാണ്. 2016 ഡിസംബറിലാണ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സന്യാസ സമൂഹത്തിനു വേണ്ടി ഫാദർ തോമസ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. സഭയുടെ വൊക്കേഷൻ പ്രൊമോട്ടറായി ശുശ്രൂഷ ചെയ്തു വരികയാണ് ഫാദർ തോമസ്. സഭയുടെ കാസർഗോഡും ഉടുപ്പിയിലുമുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയാണ് സിസ്റ്റർ റേച്ചൽ. ചെറുപുഷ്പ സന്യാസിനി സഭയുടെ ജനറലേറ്റിൽ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല വഹിച്ചുവരികയാണ്. സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയുമായി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട്. വീട്ടുകാർ അബോർഷന് പ്രേരിപ്പിച്ചപ്പോൾ ഈ കുഞ്ഞ് ദൈവത്തിനുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അമ്മയുടെ വാക്കുകൾ സഫലമായി. ആ കുഞ്ഞ് പിന്നീട് കർമ്മലീത്ത സഭയിലെ സന്യാസിനിയായും ധ്യാനഗുരുവുമായി മാറി. ഗർഭസ്ഥ ശിശുഹത്യ വ്യാപകമാകുമ്പോൾ സിസ്റ്റർ സംഗീതയുടെ ദൈവവിളി അനുഭവം ശ്രദ്ധേയമാവുകയാണ്. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നഴ്സിംഗ് പഠനത്തിന് ശേഷമാണ് സിസ്റ്റർ സംഗീത സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. ചങ്ങനാശ്ശേരി എടത്തുവ ചെറിയൻ മേരിക്കുട്ടി ദമ്പതികളുടെ 10 മക്കളിൽ 10ാമത്തവളാണ് സിസ്റ്റർ സംഗീത. സിസ്റ്റർ സംഗീതയെ അമ്മ ഉദരത്തിൽ വഹിക്കുന്ന സമയത്താണ് മൂത്ത ചേച്ചിയുടെ വിവാഹം. അതിനാൽ എല്ലാവരും കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അമ്മ ധൈര്യപൂർവ്വം തന്റെ കുഞ്ഞ് ദൈവത്തിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചെന്നും സിസ്റ്റർ സംഗീത പറയുന്നു. എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം അങ്ങ് ഉറച്ചു. അപ്പോൾ നാട്ടുകാരെല്ലാം ഓടി വന്നിട്ട് അവർക്ക് വലിയ രസമാണല്ലോ, ഭയങ്കര അവർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടത്തി ഇനി ഈ കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോകും, 10 മക്കളെ തന്നെ ഉള്ളതിനെ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ ഇനി 10ാമത്തേനെ എങ്ങനെ വളർത്തും. അങ്ങനെ നിൽപ്പോഴാണ് എൻ്റെ അമ്മ ഒരു വാചകം പറഞ്ഞു. ഇപ്പോഴും എനിക്കത് ഓർക്കും ഭയങ്കര കണ്ണ് നിറയാം.
ഈ കുഞ്ഞിനെ ദൈവം തന്ന കുഞ്ഞാകുമ്പോൾ ദൈവത്തിനുള്ളതാന്ന് പറഞ്ഞ്. അത് ശരിക്കും എൻ്റെ ദൈവവിളിയുടെ ആരംഭം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ ഈശോ തെരഞ്ഞെടുത്തതിൻ്റെ വലിയൊരു ലക്ഷണമായിട്ട് ഞാൻ കാണുക. സിസ്റ്റർ സംഗീതയുടെ ചേച്ചിയുടെ മകൾ സിസ്റ്റർ ശോഭിതയും സിസ്റ്റർ സംഗീതയോടൊപ്പമാണ് കർമ്മലീത്ത സന്യാസിനി സഭയിലേക്ക് കടന്നുവന്നത്. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ, ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ജോൾമോളെ. വീട്ടിലെല്ലാവരും ജോൾമോൾ എന്നാണ് പറയുന്നത്. അപ്പം വളരെ ശാന്തമായിട്ടാണ് പുള്ളിയെല്ലാം ചെയ്യുന്നത്. ഞാൻ പക്ഷേ കുറച്ച് കൂടെ കുസൃതിയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിസ്റ്ററാകാൻ പോകണമെന്ന്. അപ്പം ഞാൻ മഠത്തിലോട്ട് പോന്നു. അതിനുശേഷം ജോൾമോൾ നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ്, അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ഞാനോട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. ഇങ്ങനെ എനിക്കും പോകണം, ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അസുഖമായിട്ട് വന്ന്. ശരിക്കും പറഞ്ഞാൽ അസുഖമല്ലായിരുന്നു, ശരിക്കും പോകാനുള്ള ഇതിൻ്റെ ഇതായിരുന്നു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി 2nd ഇയർ ആയപ്പോഴത്തേക്കും സിസ്റ്റർ സംഗീത മടത്തി വന്നു. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഒരേപോലെ പോസ്റ്റൻസിൽ ഒന്നിച്ച് കയറി, ഒരേ ബാച്ചിലായി, ഒന്നിച്ച് ഉടുപ്പിട്ട് ഞങ്ങൾ. ഇരുവരും ഒന്നിച്ച് സഭാവസ്ത്രം സ്വീകരിച്ച് സഭയിൽ അംഗമായി. തന്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ സംഗീത ഇന്ന് അനേകായിരം ആത്മാക്കളെ യേശുവിനായി നേടുന്ന സന്യാസിനിയാണെന്ന് കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രം ഡയറക്ടർ സിസ്റ്റർ ടെസലിൻ പറഞ്ഞു. അനേകം വ്യക്തികളുടെ ജീവിത പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് ആത്മീയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എപ്പോഴും എന്നോടൊപ്പം ഞങ്ങൾ ഈ സമൂഹത്തിലുള്ള ഇപ്പോൾ ഞങ്ങൾ 11 പേരുണ്ട്. ഈ 11 പേരോടൊപ്പം ഈ ശുശ്രൂഷയോട് പങ്കുചേർന്ന് നല്ല സന്തോഷത്തോടെ ജീവിച്ച് ഒത്തിരി ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്നത് കാണാൻ സാധിക്കും. കോവിഡ് ദിനങ്ങളിൽ ഓൺലൈനിലൂടെ സിസ്റ്റർ സംഗീത വചനസന്ദേശം നൽകാറുണ്ട്. ലോകം മുഴുവനുമുള്ള കോവിഡ് രോഗികൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമായി സിസ്റ്റർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട്. ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്ന സിസ്റ്റർ സംഗീത ഇന്ന് അനേകായിരങ്ങൾക്ക് ആത്മീയ സൗഖ്യമേകുന്ന സന്യാസിനിയാണ്. മരിയ ഷഹബാസ് രക്ഷപ്പെട്ട വിവരം സ്ഥിരീകരിച്ച് പാക് മാധ്യമപ്രവർത്തകൻ. പാകിസ്ഥാനി മാധ്യമപ്രവർത്തകനായ സലിം ഇക്ബാലാണ് മരിയ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിൽ മരിയ മോചിതയായി. മെഹക്ക് കുമാരിക്ക് പിന്നാലെ നിർബന്ധിത മതമാറ്റത്തിനും വിവാഹത്തിനും ഇരയായ മരിയ ഷഹബാസിനെ തിരിച്ചുകിട്ടിയെന്ന് മാധ്യമപ്രവർത്തകനും ക്രിസ്ത്യൻ മനുഷ്യാവകാശ പ്രവർത്തകനുമായ സലീം ഇക്ബാൽ വ്യക്തമാക്കി. മരിയയോടൊപ്പമുള്ള ചിത്രം സഹിതമാണ് സലീം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞും അഭിനന്ദനമറിയിച്ചും മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സലീം ഇക്ബാലിന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. 3 ആഴ്ച നീണ്ട ക്രൂരതകൾക്കൊടുവിൽ മരിയ ഷഹ്ബാസ് ഭർത്താവെന്ന് കോടതി വിധിച്ച മുഹമ്മദ് നാഗാഷിന്റെ ഫൈസലാബാദിന് സമീപമുള്ള വീട്ടിൽ നിന്നുമാണ് രക്ഷപ്പെട്ടതെന്ന് എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനാണ് സ്ഥിരീകരണമായിരിക്കുന്നത്. മയക്കുമരുന്നു കലർത്തിയ ജ്യൂസ് നൽകി നാഗാഷ് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും രക്ഷപ്പെട്ട ശേഷം മരിയ വെളിപ്പെടുത്തിയതായി ACN റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് നാഗാഷും 2 അനുയായികളും മദീന പട്ടണത്തിലെ വീട്ടിൽ നിന്നും മരിയയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോകുന്നത്. പകൽ വെളിച്ചത്തിൽ ആകാശത്തേക്ക് വെടിയുതിർത്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്ന ദൃക്സാക്ഷികളുടെ മൊഴി പോലും വിലക്കെടുക്കാതെയാണ് ലാഹോർ ഹൈക്കോടതി മരിയെ നാഗാഷിനൊപ്പം വിട്ടത്. പീഡിപ്പിച്ച് നിർബന്ധിത മതമാറ്റം നടത്തി വിവാഹം ചെയ്ത പ്രതിക്കൊപ്പം പോയി നല്ല ഭാര്യയായി ജീവിക്കുവാനുള്ള ലാഹോർ ഹൈക്കോടതി ജഡ്ജി രാജ മുഹമ്മദ് ഷാഹിദ് അബ്ബാസിയുടെ വിചിത്രമായ വിധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. മരിയ ഷഹ്ബാസിന് നീതി ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രചരണം ശക്തമായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് മലയാളി സമൂഹമാണെന്നതും ശ്രദ്ധേയമായിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രോലൈഫ് നയങ്ങളെ പ്രകീർത്തിച്ച് റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ കത്തോലിക്ക സന്യാസിനിയുടെ പ്രസംഗം ശ്രദ്ധേയമായി. കൺവെൻഷന്റെ 3-ാം ദിനത്തിലാണ് സിസ്റ്റർ ഐഡ്രി ബേർണി അമേരിക്ക കണ്ട എക്കാലത്തെയും മികച്ച പ്രോലൈഫ് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് വ്യക്തമാക്കിയത്. I guess you better be careful for what you pray for. My journey. ലിറ്റിൽ വർക്കേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി സന്യാസിനി സഭയിലെ അംഗമായ സിസ്റ്റർ ഡൈഡ്രി ബേർണിയാണ് മനുഷ്യജീവന്റെ മൂല്യത്തെ ബഹുമാനിക്കുന്ന ഭരണകൂടത്തിന് അഭിനന്ദനവും പിന്തുണയും അറിയിച്ച് സന്ദേശം നൽകിയത്. ആർമി ഉദ്യോഗസ്ഥയായും സർജനായും മിഷണറിയായും പ്രവർത്തിച്ചിട്ടുള്ള സിസ്റ്റർ ഡൈഡ്രി ബേർണി അമേരിക്ക കണ്ട എക്കാലത്തെയും മികച്ച പ്രോലൈഫ് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപെന്നും അഭിപ്രായപ്പെട്ടു. മനുഷ്യജീവന്റെ മൂല്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ
ഒരു ഉപകരണമാക്കി തീർക്കണമെന്ന് താൻ ചാപ്പലിലിരുന്ന് അടുത്തിടെ പ്രാർത്ഥിച്ചിരുന്നുവെന്നും അതിപ്പോൾ സഫലമായെന്നും സിസ്റ്റർ പറഞ്ഞു. ജപമാല എന്ന ആയുധം കയ്യിലെടുത്ത് രാജ്യത്തെ വിശ്വാസികളും പ്രോലൈഫ് സമൂഹവും ട്രംപിന് പിന്തുണയുമായുണ്ട്. ലോകത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം അമേരിക്കയിലെ ഗർഭസ്ഥ ശിശുക്കളാണെന്നും രാജ്യം ഇന്നേവരെ കണ്ടതിൽ വച്ച് ഏറ്റവും ജീവൻ വിരുദ്ധ സ്ഥാനാർത്ഥികളാണ് ജോ ബൈഡനും കമല ഹാരിസുമെന്നും സിസ്റ്റർ ബേർണി കൂട്ടിച്ചേർത്തു. 2012 വീട്ടുതടങ്കലിൽ നിന്ന് മോചനം പ്രാപിച്ച് അമേരിക്കയിലെത്തിയ ചൈനീസ് മനുഷ്യാവകാശ പ്രവർത്തകനായ ചെങ് ഗുവാങ്ചിങ്ങും 3-ാം ദിനം സന്ദേശം നൽകി. ഫാത്തിമയിലെ പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണവും മാതാവിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളും ഇതിവൃത്തമാക്കിയുള്ള ഫാത്തിമ ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച റിലീസിംഗ് ആണ് ഓഗസ്റ്റ് 28-ന് നടന്നത്. If someone were to say to you, why what happened all those years ago had to have happened to you, how would you respond? ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ പൊന്റോക്കോർവയാണ് ചിത്രം അണിയിച്ചൊരുക്കിയത്. 1917-ലാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സമാധാനത്തിനായി ലോകമെങ്ങുമുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം നൽകിയ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് ഫാത്തിമ ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. മാതാവിന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. പ്രത്യക്ഷീകരണത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമയിൽ അർപ്പിച്ച വിശുദ്ധ ബലിയുടെ ദൃശ്യങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 24-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കോവിഡിനെ തുടർന്ന് റിലീസിംഗ് മാറ്റിവെക്കുകയായിരുന്നു. സിനിമയുടെ ട്രെയിലർ ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. ഇറ്റാലിയൻ സംഗീത സംവിധായകൻ പൗളോ ബോൺവിനോയും ഒപ്പേറ ഗായകൻ ആൻഡ്രിയ ബോസെല്ലിയും ചിത്രത്തിൽ പങ്കുചേരുന്നുണ്ട്. ജോക്വിം ഡി അൽമേഡ, ഗോരൻ വിസ്നിക് തുടങ്ങിയവയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അമേരിക്കയിലും പോർച്ചുഗലിലുമാണ് ആദ്യഘട്ടത്തിൽ ചിത്രം റിലീസ് ചെയ്തത്. തിയേറ്റർ റിലീസിംഗിന് പുറമെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ചിത്രത്തിന്റെ റിലീസിംഗ് നടന്നു. ഫിലിപ്പൈൻസ് മുൻ ആർച്ച് ബിഷപ്പ് ഓസ്കാർ വി ക്രൂസ് കോവിഡ് ബാധിച്ചു മരണപ്പെട്ടു. ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് 85-കാരനായ ഓസ്കാർ. ഫിലിപ്പീൻസിലെ ലിംഗായൻ ഡാഗുപ്പാൻ അതിരൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്നു ആർച്ച് ബിഷപ്പ് ഓസ്കാർ വി ക്രൂസ്. മനിലയിലെ സാൻ ജുവാൻ നഗരത്തിലെ കാർദിനാൾ സാന്റോസ് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മെത്രാപ്പൊലീത്തായുടെ അന്ത്യം. ദേശീയ മെത്രാൻ സമിതി മുൻ പ്രസിഡന്റ്, ഏഷ്യൻ മെത്രാൻ സമിതി ഫെഡറേഷൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം 2019 വിരമിക്കലിനു ശേഷം CBCP നാഷണൽ ട്രിബ്യൂണലിലെ ജുഡീഷ്യൽ വികാരിയായി സേവനം ചെയ്തു വരികയായിരുന്നു. മെത്രാപ്പൊലീത്തയുടെ നിര്യാണത്തിൽ ഫിലിപ്പീൻസ് മെത്രാൻ സമിതി അനുശോചനം രേഖപ്പെടുത്തി. വിശ്വസ്തനായ ആട്ടിടയനും ധീരനായ പ്രവാചകനുമായിരുന്നു അദ്ദേഹമെന്ന് ലിംഗായൻ ഡാഗുപ്പാൻ അതിരൂപത മെത്രാപ്പൊലീത്ത സോക്രട്ടീസ് വില്ലേഗാസ് പറഞ്ഞു. CBCB പ്രസിഡന്റായി 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടതും FABC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും മെത്രാപ്പൊലീത്ത ക്രൂസിന്റെ യോഗ്യതകൾക്കുള്ള അംഗീകാരമാണെന്ന് ബിഷപ്പ് അർട്ടുറോ ബാസ്റ്റസ് പറഞ്ഞു. റോമിലെ ലാറ്ററൻ സർവകലാശാലയിൽ നിന്നും കാനോനിക നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആർച്ച് ബിഷപ്പ് ക്രൂസ് മുൻനിര കാനോനിക നിയമജ്ഞരിൽ ഒരാളായിരുന്നു. ഫിലിപ്പീൻസ് പ്രസിഡന്റുമാരുടെ തെറ്റായ നടപടികളെ പരസ്യമായി വിമർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 2015 ഒരു അഭിമുഖത്തിൽ റോഡ്രിഗോ ഡ്യൂട്ടേർട്ടെ ഫിലിപ്പീൻസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വജാധിപതിയേക്കാൾ മോശമായിരിക്കുമെന്ന് ബിഷപ്പ് തുറന്നു പറഞ്ഞിരുന്നു. ഗർഭനിരോധനോപാധികളുടെ ശേഖരണവും വിതരണവും നിയമപരമാക്കിയ മുൻ പ്രസിഡന്റ് ബെനിഗ്നോ നോയ്നോയെ ക്രൈസ്തവ വിരുദ്ധനും വിവേകശൂന്യനും എന്നാണ് മെത്രാപ്പൊലീത്ത വിശേഷിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഓഗസ്റ്റ് 28-ന് സെയിന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഓസ്കാർ വി ക്രൂസിന്റെ മൃതസംസ്കാരം നടന്നു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ആധികാരികതയുമായി ദ പാഷൻ ഓഫ് ജീസസ് എ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഡോക്യുമെന്ററി അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസിയായ റോം റിപ്പോർട്ട്സ് ആണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത്. ചരിത്രം തിരുത്തിക്കുറിച്ച യേശുവിന്റെ കുരിശുമരണത്തെപ്പറ്റിയുള്ള
ഔദ്യോഗിക രേഖകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററിയാണ് റോം റിപ്പോർട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ചരിത്രവും ഗവേഷണപരവുമായ യേശുവിന്റെ കുരിശുമരണത്തിനുള്ള തെളിവുകൾ ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തിന് ആധികാരികത നൽകുന്ന അക്രൈസ്തവ സ്രോതസ്സുകളും സാക്ഷ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായി ഡയറക്ടർ അന്റോണിയോ ഒലിവി വ്യക്തമാക്കി. ചരിത്ര തെളിവുകൾ കൂടാതെ ഫോറൻസിക് വിദഗ്ധരെയും മെഡിക്കൽ വിദഗ്ധരുടെയും നിർണായകങ്ങളായ സംഭാവനകളും ഡോക്യുമെന്ററിയുടെ മുഖ്യ പ്രതിപാദ്യങ്ങളാണ്. 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിൽ യേശുവിന്റെ മരണത്തിന്റെ സ്വഭാവത്തിന്റെ വിശേഷണങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ രഹസ്യമായി പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നുവെന്നതിനുള്ള തെളിവുകളുമായി പുരാവസ്തു വകുപ്പ്. നോർഫോർക്കിലെ ഓസ്ബർഗ് ഹാളിൽ നിന്നുമാണ് അമൂല്യ പുരാവസ്തു ശേഖരം കണ്ടെത്തിയത്. 1476-ൽ സർ എഡ്മണ്ട് ബെഡിംഗ്ഫെൽഡ് പരമ്പരാഗതമായി ലഭിച്ച എസ്റ്റേറ്റിൽ നിർമ്മിച്ച കൂറ്റൻ ബംഗ്ലാവിൽ നിന്നാണ് പുരാവസ്തു ശേഖരം കണ്ടെത്തിയത്. കെട്ടിടത്തിൽ 60 ലക്ഷം പൗണ്ട് ചിലവ് വരുന്ന പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. ലാറ്റിൻ വൾഗേറ്റ് ബൈബിളിൽ നിന്നുള്ള 39ാമത് സങ്കീർത്തന ഭാഗം രേഖപ്പെടുത്തിയ പേജ്, തുകൽ ചട്ടയോടു കൂടിയ 1568-ലെ കിങ്സ് സങ്കീർത്തനം എന്നറിയപ്പെട്ടിരുന്ന ബൈബിൾ പ്രതി തുടങ്ങിയവ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കോവിഡിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി നിർത്തിവെച്ച സമയത്ത് മച്ചിൽ ഒറ്റയ്ക്ക് തിരച്ചിൽ നടത്തിയ മാറ്റ് ചാമ്പ്യൻ എന്ന പുരാവസ്തു ഗവേഷകനാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നുവെന്നതിനുള്ള തെളിവുകൾ കണ്ടെത്തിയത്. 1558-ൽ കത്തോലിക്ക വിശ്വാസം നിയമവിരുദ്ധമാക്കിയ സമയത്ത് ആത്മീയ ജീവിതം അനുഷ്ഠിച്ചിരുന്നവർ രഹസ്യമായി സൂക്ഷിച്ചതാകാം ഇവയെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കത്തോലിക്ക വിശ്വാസം നിരോധിക്കപ്പെട്ടിരുന്നുവെങ്കിലും മധ്യകാലഘട്ടത്തിലെ ഇംഗ്ലീഷ് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം രഹസ്യമായി കാത്തുസൂക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവായാണ് ഈ കണ്ടെത്തലിനെ വിശേഷിപ്പിക്കുന്നത്. എലിസബത്തൻ കാലഘട്ടത്തിലെ തുണികൾ, സംഗീതശകലങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയവയും കണ്ടെടുക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. രഹസ്യകുർബാനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ചെറിയ പ്രാർത്ഥനാ പുസ്തകവും സങ്കീർത്തന ഭാഗം രേഖപ്പെടുത്തിയ പേജുകളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ചുണ്ണാമ്പ് പാളികൾ കൊണ്ട് മച്ചു പൊതിഞ്ഞിരുന്നതിനാലാണ് ഇവ കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടതെന്ന് ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ അന്ന ഫോറസ്റ്റ് പറഞ്ഞു. ഇനിയും കൂടുതൽ രഹസ്യങ്ങൾ കെട്ടിടത്തിൽ നിന്നും കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ് ഗവേഷകർ. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്താൽ കോവിഡ് പകരാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധ ഡോക്ടർമാർ. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് രോഗബാധിതർ സംബന്ധിച്ചിട്ടും ദേവാലയങ്ങൾ രോഗവ്യാപന കേന്ദ്രമായില്ലെന്നും വിദഗ്ധർ. ആരോഗ്യപരമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദേവാലയ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത് സമാനമായ മറ്റു പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് കോവിഡ് പകർച്ചയ്ക്കുള്ള സാധ്യത കുറവാണെന്ന വെളിപ്പെടുത്തലുമായാണ് വിദഗ്ധ ഡോക്ടർമാരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ടൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ തോമസ് മഗവേൻ, ഡോക്ടർ തിമോത്തി ഫ്ലാനിഗൻ, ഡോക്ടർ പോൾ സിയാസ്ലാക് എന്നിവർ റിയൽ ക്ലിയർ സയൻസ് ഓൺ മാസ് അറ്റൻഡൻസ് ആൻഡ് കോവിഡ്-19 എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ലേഖനത്തിലാണ് ഇക്കാര്യം തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൈ കഴുകുക, സാമൂഹ്യ അകലം പാലിക്കുക, ഫേസ് മാസ്ക് ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് രോഗബാധയെക്കുറിച്ച് അറിവില്ലാത്ത രോഗബാധിതർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ട് പോലും ദേവാലയങ്ങൾ രോഗവ്യാപന കേന്ദ്രങ്ങളായിട്ടില്ലെന്നതിനുള്ള 4 ഉദാഹരണങ്ങളും ടൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാംക്രമിക രോഗങ്ങൾ സംബന്ധിച്ച ആരാധന അജപാലക രംഗത്തെ പ്രോട്ടോകോൾ പ്രവർത്തക സമിതി അംഗങ്ങളായ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ദേവാലയങ്ങളിലെ രോഗബാധിതരുടെ സാന്നിധ്യം രോഗവ്യാപനത്തിന് കാരണമാകുമെങ്കിൽ പോലും ആരോഗ്യപരമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ദേവാലയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന കാര്യവും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ 17,000-ഓളം ഇടവകകളിലായി കഴിഞ്ഞ 14 ആഴ്ചകളിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിലധികം കുർബാനകൾ അർപ്പിക്കപ്പെട്ടുവെങ്കിലും ഇവയൊന്നും രോഗവ്യാപനത്തിന് കാരണമായിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദേവാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ടൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട മാർഗനിർദ്ദേശങ്ങൾ നിരവധി രൂപതകൾ തങ്ങളുടെ ഇടവകകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് മരിയ ഷഹബാസ് എന്ന പെൺകുട്ടി പള്ളിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഗാനം എന്ന പേരിൽ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു.
മരിയ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം സ്ഥിരീകരിച്ച മാധ്യമപ്രവർത്തകനാണ് ഈ ഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.